ട്രാവൽ ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ത്, ദോഷമെന്ത്? ഗുണം, നിങ്ങളുടെ ഒരുപാട് വർക്കുകൾക്കിടയിലോ കാര്യങ്ങൾക്കോ ഇതിനു വേണ്ടിയിട്ട് സെർച്ച് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. രണ്ടാമത്, ഇൻ കേസ് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ അറിയിക്കാനും അത് ചേഞ്ച് ചെയ്യാനും അതിന്റെ റീഫണ്ട് പ്രോസസ്സ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കോളിനപ്പുറം ഒരു വാട്സപ്പ് ഇതിനപ്പുറം നമ്മളുണ്ടാവും. മൂന്നാമത്, പ്രൈസ് ആയിരിക്കും എല്ലാവരുടെയും കൺസേൺ. ഓൺലൈനാണ് കുറവ് എന്ന് പറയും. നിങ്ങൾ ഫസ്റ്റ് സെർച്ചിൽ കാണുന്ന പ്രൈസ് എല്ലാം ഉണ്ടാവില്ല, ലാസ്റ്റ് ബുക്കിംഗിലേക്ക് പോകുമ്പോൾ ഒരു കൺവീനിയൻസ് ചാർജ് കൂടി വരും. ദോഷം എന്ന് പറയുന്നത് ഒന്ന് ഞാൻ പറഞ്ഞത്, ചില ആളുകൾക്ക് ക്രെഡിറ്റ് കാർഡിനൊക്കെ ഓഫേഴ്സ് ഉണ്ടാവും, മാസ്റ്റർ കാർഡ്, വിസ കാർഡിന്, അങ്ങനെയുള്ളതിനൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ കഴിയുന്നവർ, അത്തരം ഫെസിലിറ്റി ഒക്കെ ഉള്ളവർക്ക് നമ്മുടെ അടുത്ത് എടുക്കുമ്പോൾ ആ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ഓൺലൈനിൽ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണവും ദോഷവും പറഞ്ഞുതരാം. അത് ഒന്ന് ഇപ്പൊ ദോഷം പറഞ്ഞില്ലേ, ആ ഗുണമാണ് ഓൺലൈനിൽ എടുക്കുമ്പോൾ കിട്ടുന്നത്. ദോഷം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഓൺലൈനിൽ പല സ്ഥലങ്ങളിലുള്ള ഗ്ലോബലി പല ഏരിയകളിലെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഏജൻസീസ് ഒക്കെയാണ് കാണുന്നത്. അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ കസ്റ്റമർ സർവീസ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറെ സമയം മെനക്കെടുത്തേണ്ടി വരും. നിങ്ങൾ എപ്പോഴും ഒരു നല്ലൊരു ടീമിനെ നിങ്ങളുടെ കൂടെ കൂട്ടുക, നിങ്ങളുടെ ട്രാവൽ പാർട്ട്ണറായിട്ട്. അതിനൊക്കെ പറ്റിയ ഒരു ട്രാവൽ പാർട്ട്ണറാണ് ട്രിപ്പ് കോഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോളിഡേയ്സ്, ട്രാവൽ സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസസും ട്രിപ്പ് കോഡ് ട്രാവൽ സൊല്യൂഷൻസുമായി കോൺടാക്ട് ചെയ്യുക.